പ്രവർത്തനം തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ വിസ്മയമായം തീർത്ത വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ശനിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ പുതിയ അധ്യായത്തിനാണ് വിഴിഞ്ഞം തുടക്കമിടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിക്ക് നിരവധി പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവിക്കേണ്ടി വന്നു. തുടങ്ങിയത് UDF സർക്കാരാണെങ്കിലും പദ്ധതി നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം LDF സർക്കാരിനാണ് വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. 2029 തുറമുഖത്തിന്റെ ചരക്കുനീക്ക ശേഷി നിലവിലെ 10 ലക്ഷത്തിൽ നിന്ന് 57 ലക്ഷം TEU ഉയരും. ഇതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറും. പദ്ധതിയുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. വിഴിഞ്ഞത്തിന്റെ നേട്ടം അദാനി ഗ്രൂപ്പിന് വൻ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. 8 മാസത്തെ ട്രയൽ റണ്ണിനിടെ മാത്രം 106 കോടി രൂപ നികുതി വരുമാനമായി ലഭിച്ചത് തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകളുടെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2045 പൂർത്തിയാകേണ്ട വികസന ഘട്ടങ്ങൾ നിശ്ചയിച്ചതിലും 17 വർഷം മുൻപേ, അതായത് 2028 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി 5500 കോടി രൂപ മുടക്കിയ സംസ്ഥാന സർക്കാർ 2035 മുതൽ വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. ഒരേ സമയം 5 മദർഷിപ്പുകൾ വരെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ തുറമുഖം വികസിക്കുന്നതോടെ ദക്ഷിണേന്ത്യയുടെ തന്ത്രപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം മാറും. എന്നാൽ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞത്തോട് അവഗണനയാണ് കാണിക്കുന്നത് എന്ന് മന്ത്രി V ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കേരളത്തിന് നൽകുമ്പോൾ പലിശയും വരുമാന വിഹിതവും ഉൾപ്പെടെ 12,000 കോടി രൂപ കേന്ദ്രത്തിന് തിരികെ നൽകേണ്ടി വരുമെന്നും ഇത് കൊലച്ചതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പദ്ധതിയെ ഈ നിലയിൽ എത്തിച്ചതെന്ന് മന്ത്രിമാരായ VN വാസവനും KN ബാലഗോപാലും പറഞ്ഞു. രാജ്യത്തിനാകെ പ്രയോജനപ്പെടുന്ന വിഴിഞ്ഞം ഇന്ത്യയുടെ അഭിമാനമാണെന്ന ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ അഭിപ്രായപ്പെട്ടു. 2028 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ ആഗോള സമുദ്ര ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി കേരളം മാറും. തുറമുഖം പൂർണ്ണ സജ്ജമാകുന്നതോടെ ചരക്കുകൾക്കൊപ്പം സഞ്ചാര കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ സാധിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ അടുത്ത ഘട്ടത്തിലൂടെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒരുമിച്ച് പൂർത്തിയാകുന്നത്. 800 മീറ്ററാണ് നിലവിൽ ബെർത്തിന്റെ നീളം. ഇത് 2000 മീറ്ററായി ഉയർത്തുന്നതോടെ 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം വിഴിഞ്ഞത്ത് നങ്കൂരമിടാൻ സാധിക്കും. അടുത്ത ഘട്ടം പൂർത്തിയാകുന്നതോടെ സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും വിഴിഞ്ഞമേറെ ഗുണകരമാകും. ചരക്ക് കപ്പലുകൾക്കൊപ്പം സഞ്ചാര കപ്പലുകളും വിഴിഞ്ഞത്തെത്തും. ആദ്യഘട്ടത്തിൽ 550 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി സംസ്ഥാന സർക്കാർ ചിലവാക്കിയത്. അടുത്ത 3 വർഷത്തേക്ക് 10,000 കോടി രൂപയാണ് സ്വകാര്യ നിക്ഷേപമായി വിഴിഞ്ഞത്ത് എത്തുക. നിലവിലെ ശേഷിയുടെ 5 മടങ്ങ് വർദ്ധിച്ച 57 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് സാധിക്കും. പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനാണ് വിഴിഞ്ഞം അവസരമൊരുക്കുക. റെയിൽവേ യാർഡ്, എല്ലാ തരത്തിലുമുള്ള ചരക്കുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മൾട്ടിപർപ്പസ് ബെർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലെ ഹൈലൈറ്റ്. ലിക്വിഡ് ടെർമിനൽ വരുന്നതോടെ ദ്രവരൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കാൻ പറ്റും. ടാങ്ക് ഫാം വരുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രക്കിടയിൽ ഇന്ധനം നിറയ്ക്കാൻ വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിക്കാം. നിലവിൽ വമ്പൻ തുറമുഖങ്ങളിൽ മാത്രമേ ഈ സൗകര്യമുള്ളൂ. തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള യാത്രക്കിടയിൽ രാജ്യാന്തര കപ്പൽപാതയ്ക്കും സമീപത്ത് നിന്ന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുള്ളതിനാൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കും. 55 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുത്താണ് രണ്ടാം ഘട്ട നിർമ്മാണം നടത്തുന്നത്. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടെ ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 35,000-ൽ നിന്ന് 1,00,000-ആയി ഉയരും. പുതിയതായി ഷിപ്പിംഗ് കമ്പനികളും ലോജിസ്റ്റിക് കമ്പനികളും വിഴിഞ്ഞത്തേക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും. ആദ്യ കരാർ അനുസരിച്ച് 2045 നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിനും ഏറെ മുൻപേ 2028 വിഴിഞ്ഞം തുറമുഖത്തെ സമ്പൂർണ്ണമാക്കാനാണ് നിർമ്മാണ കമ്പനിയും നടത്തിപ്പുകാരുമായ അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. രണ്ടാം ഘട്ടത്തിൽ ക്രൂസ് ടെർമിനൽ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ലോകത്തെ വലിയ ആഡംബര യാത്രക്കപ്പലുകളും വിഴിഞ്ഞത്ത് എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.